ഗേറ്റിൽ നിൽക്കണോ നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ ആണുങ്ങൾ മുമ്പിലുണ്ടാവും. ഐറ്റുകൾ തടഞ്ഞാലും കൂട്ടം കുറിയാവൂലേ? ആര് തടഞ്ഞാലും നമ്മൾ പണിക്ക് കയറണം. രാഘവേട്ടൻ പറഞ്ഞതാണ്. നീ എന്ത് പറഞ്ഞാലും കമ്പനിപ്പണിക്കൽ സംഘടനമുണ്ടാക്കി അകത്തേറെ ജോലി ചെയ്യുന്നവരെ നാട്ടുകാർ മതിക്കില്ല. പണി മുടക്കുന്നവരോടാണ് ജനങ്ങൾക്ക് ഇന്ന് വെറുപ്പ്. വേണ്ട രാഘവ, ഇപ്പൊ തന്നെ ഒട്ടേറെ കുറ്റങ്ങൾ പാർട്ടി എന്റെ മേൽ ആരോപിച്ചിട്ടുണ്ട്. നീ ഇത് ചെയ്താൽ ഞാൻ പ്രേരിപ്പിച്ചിട്ടാണെന്ന് അവർ പറയും. സ്റ്റേറ്റ് കമ്മിറ്റിയുടെ തീരുമാനമാണ് ഞാൻ നിന്നെ അറിയിക്കുന്നത്. നീ ഇതനുസരിക്കില്ലേ? പറ. ശരി, വെറുതെ പറഞ്ഞാ പോരാ, പണിമുടക്കിൽ ആത്മാർത്ഥമായി. സഖാവേ, വ്യക്തിപരമായ യോജിപ്പില്ലെങ്കിലും പാർട്ടിയുടെ തീരുമാനം ഞാൻ അനുസരിക്കുന്നു. അവിടെ എന്റെ ആത്മാർത്ഥത നിങ്ങൾ സംശയിക്കരുത്. നാളെ കാണാം പുതിയ മാനേജറുടെ ഭരണപരിഷ്കാരം. എന്താ? പണിമുടക്ക് ഉറപ്പായി. ടൗണിൽ അവരുടെ പ്രകടനം നടക്കുന്നു. അവരെല്ലാം യോജിച്ചു. അല്ല സഖാവേ, രാവിലെ ഇങ്ങള് പറയണ പണിക്ക് കയറെ, മോദിക്ക് ഇങ്ങള് പറയണ പണിമുടക്ക്. ഇങ്ങനെ വാക്ക് മാറിയാൽ എങ്ങനെയാ? വാക്കല്ലാതെ പിന്നെ കയ്യും കാലും മാറാൻ പറ്റുമോ ശാരദ സഖാവേ? അല്ല, അതിപ്പോ മാറലും തുടങ്ങിയിരിക്കുന്നു. പോക്കറെ, ഇവരെ കൊണ്ടുപോയി വിട്. ആദ്യം എന്നെ വിടൂ. അന്ന പിന്നെ ഞാനല്ലാണ്ട് രാജാ കുഞ്ഞുമാവിനെ കൊണ്ടായിക്കാൾ. പിന്നെ എന്നെ കൊണ്ടാക്കാൻ പോയിക്കൂടെ അവിടുന്ന്? പോ. എവിടെയായിരുന്നു നീ പാതിര വരെ? ഞാൻ മീറ്റിങ്ങിന്. കണ്ട ആണുങ്ങളുടെ കൂട്ടത്തിൽ കൂത്താണല്ലേ? ഒന്നുകളഞ്ഞ് സുഖം. ആണുങ്ങളുടെ ഇടയിൽ നല്ല ചുറ്റാനും പാവ് തല്ലാനും പെങ്ങൾ പോണതിൽ വിരോധമില്ല. അതിന്റെ കൂലി പൈസ കിട്ടിയാൽ തട്ടിപ്പറിച്ച് കള്ളഷാപ്പിൽ കൊണ്ടുപോയി കുടിക്കാൻ. എന്താണ് പറഞ്ഞത്? അവൾ എന്റെ കൂടെയാ വന്നത്. നീ ആരാണല്ലേ? നിന്റെ കൂട്ടത്തിൽ കഥ വെക്കും. തിരിച്ചടിക്കാതെ നിനക്ക് ഞാൻ കടം ബാക്കി നിർത്തുന്നു. എന്നും നിന്നെ വാർത്ത എന്റെ അമ്മയും പെങ്ങളും കേൾക്കാൻ. ഒരു കാര്യം ചോദിക്കാൻ, ഇതേ പ്രായത്തിലുള്ള പെണ്ണ് നിന്റെ വീട്ടിലില്ലേ? കോളേജിൽ പഠിപ്പിച്ച് മുറിക്കാത്തിട്ട് പോയിട്ട് അവളെ ഇതുപോലെ നീ തുറന്നുകൊടുകൂടാ. ഇതുപോലെ പാതയിലേക്ക് അന്യപുരുഷനോടൊപ്പം അവൾ കയറുമെന്നാൽ നീ സഹിക്കുകൂടാ. അത് ഈ ചെറ്റകൾക്ക് നീ പറഞ്ഞു കൊടുക്ക്. എന്റെ പെങ്ങളുടെ വഴി ശരിയാണെങ്കിൽ ഞാൻ അവിടെ തടയില്ല.